ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം 91 ദശകം. ഭക്തിമഹത്വം. ശ്രീകൃഷ്ണത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേർമർത്യസ്യാർത്ഥസ്യ മന്യേ വ്യവസരതി ഭയം യേന സർവാത്മനൈവ യത്താവത്ത്വത്പ്രണീതാനിഹ ഭജനവിധീനാസ്ഥിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷസ്ഖലതി ന കുഹചിദ്ദേവദേവാഖിലാത്മൻ ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബലപ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി യാത്യാപീഹ സ്വഭാഗസ്ത്വയി നിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാസ്ത്വത്പദാദ്വിപ്രവർയഃ ഭീതിർനാമദ്വിതീയാദ്ഭവതി നനു മനഃ കൽപ്പിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം മായാവിദ്ധ്യേതു തസ്മിൻ പുനരപി ന തഥാ ഭാതി മായാധിനാഥം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജന്നീശ ഭീതിം വിജഹ്യാം ഭക്തേരുത്പത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാമാസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവഭൂയാൻ മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിः തന്മാഹാത്മ്യപ്രകാരേ ഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യദ്ധാസ കദാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായന്നുന്മാദീവ പ്രനൃത്യൻ നൈ കുരു കരുണാം ലോകബാഹ്യശ്ചരേയം ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിദമതിത്വന്മയാജ്ഞാനമാനി തുൽസേവായാം ഹി സിദ്ധ്യേൻ മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗസ്തത്തത്വസ്യാവബോധോऽപി ച ഭുവനപദേ യത്നഭേദം വിനൈവ നോ മുഹ്യൻ ശുക്രടാദ്യൈർഭവസരണിഭവൈസ്ത്വന്നിലീനാശയത്വാ ചിന്താസാദത്യശാലീ നിമിഷലവഭവി ത്വത്പദാദപ്രകമ്പഃ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിതോ മായികത്വാവബോധാജ്യോത്സ്നാഭി ത്വന്നഗേന്ധോരധികശിശിരിത്തേനാത്മനാ സഞ്ചരേയം ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതി സമധിഗതോ നാധികാരോധുനാ ചേത്ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷു കൃപാദിത്സു ഭൂയാദുപേക്ഷാ അർച്ചായാം വാ സമർച്ചാ കുതുകം ഗുരുതരശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവീ തഥാപി ദ്രുതമുപലഭതേ ഭക്തലോകോത്തമത്വം ആവൃത്യത്വത്സ്വരൂപം ക്ഷിതിജലമരുതാധ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാമാഭിഭൂമാന്മയി ഭുവനപതേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിദേവേത്യവതതൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധാം ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചാര്യവൈര്യാൽ ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിതകഥാദ്യുദ്ഭവദ്ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാ ശേഷരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. നാരായണീയം ദശകം 91 ഇന്ന് പാരായണം ചെയ്തിരിക്കുന്നത്.
അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിവരിക്കാൻ ശ്രമിക്കാം. ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നിമി നവയോഗി സംവാദ രൂപത്തിൽ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ നാരായണീയത്തിലെ 91 ദശകത്തിൽ ചുരുക്കി വിവരിച്ചിരിക്കുന്നു. ഭാഗവതത്തിലെ ആശയങ്ങൾ ഒട്ടും തന്നെ ചോരാതെ മേൽപ്പത്തൂർ ഈ ദശകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഇതിൽ അവതരണ രീതിയിൽ വ്യത്യാസമുള്ളത് ആവിഷ്കരണ രീതിയിലാണ്. അതായത് ഭഗവാനോട് നേരിട്ട് ആ മഹാനുഭാവൻ താൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാം, ഭഗവത് ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ചും അതേപോലെ ആ ഉപാസന ചെയ്യാനായിട്ട് താൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് ഭഗവാനോട് നേരിട്ട് സംവദിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അല്ലയോ ശ്രീകൃഷ്ണ, യഥാർത്ഥത്തിൽ ആന്തരിക സത്തയില്ലാത്തതും എങ്കിൽ പോലും ഉണ്ട് എന്ന് സങ്കല്പിക്കപ്പെട്ടു വരുന്നതുമായ ഭൗതിക വസ്തുക്കളിൽ ആസക്തനായി പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ വീണ് വലയുന്ന മനുഷ്യന് അങ്ങയുടെ പാദപൂജ മാത്രമാണ് അഭീഷ്ടദായകമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയായാൽ ആ പ്രാപഞ്ചിക ഭയം നിശേഷം വിട്ടുപോകുന്നു. അങ്ങ് നിർദ്ദേശിച്ചിട്ടുള്ള ജീവിതധർമ്മങ്ങൾ കൈക്കൊള്ളുകയും അതേപോലെ അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഏത് അജ്ഞാനമാർഗത്തിലൂടെ മോഹാന്ധനായി ഓടിപ്പോയാലും ഒരിക്കലും യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആ പാദാംബുജങ്ങളിൽ തന്നെ ചരണം പ്രാപിക്കും. വിശ്വസ്വരൂപനായ ഭഗവാനെ, ഹൃദയ അന്തർഭാഗത്ത് കുടികൊള്ളുന്ന അങ്ങയുടെ ബലത്താൽ പ്രേരിത മാനസനായി ഞാൻ ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഈ ലോകത്തിൽ അടിക്കടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പരമ്പൊരുളായ അങ്ങയുടെ പാദാംബുജങ്ങളിൽ സമർപ്പിക്കാം. ഈ ലോകത്തിൽ ചണ്ടാലനായാലും കൊള്ളാം, അവനും മനസ്സും കർമ്മങ്ങളും വാക്കും സർവ ഇന്ദ്രിയങ്ങളും അർത്ഥങ്ങളും പ്രാണനും അങ്ങയിൽ പ്രവേശിപ്പിച്ച് ലോകത്തെ പവിത്രീകരിക്കുന്നു. അതേസമയത്ത് ബ്രാഹ്മണ വര്യന്മാർ അങ്ങയുടെ പാദസേവനത്തിൽ ഒട്ടും അഭിനിവേശമില്ലാത്ത നാസ്തികരായി ജീവിക്കുകയും അങ്ങനെ അങ്ങയെ അവഗണിക്കുകയും ചെയ്ത് ജീവിച്ചാൽ അങ്ങനെയുള്ള ആ വ്യക്തി തനിക്ക് മാത്രമല്ല സമൂഹത്തിനും ഒരു ഉപയോഗവും ചെയ്യാത്ത രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് പറയാം. ജാതി മതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, പ്രത്യുത ഉത്തമ ഭക്തിയാണ് വിശ്വത്തിന് നന്മയുണ്ടാക്കുന്നവരെ സൃഷ്ടിക്കുന്നത്. ഭയം എന്ന പേർ രണ്ടാമത്തേതും അപ്രധാനവുമായ ഒരു വസ്തുവിൽ നിന്നാണ് സംജാതമാകുന്നത്. ആ അപരവസ്തു വെറും മനസ്സങ്കല്പത്തിന്റെ സന്താനമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം ഏകമൂലകത്തിൽ നിന്നും ഉളവായതാണെന്ന് യഥാവിധി മനസ്സിലാക്കുകയും മിഥ്യാധാരണകളെ മസ്തിഷ്കത്തിൽ കയറാൻ അനുവദിക്കാതെ തടയുകയും ചെയ്യുന്നു. മായാമോഹബന്ധിതമായ ആ രണ്ടാമത്തെ വസ്തു എത്രമാത്രം തടസ്സപ്പെടുത്തിയാലും പ്രകാശമുള്ളതായി ഭവിക്കുന്നില്ല. അത് സാധാരണ മനുഷ്യന് അസാധ്യമായ വൻ കാര്യമാണ്. അതുകൊണ്ട് ഹേ ഈശ്വര, മായകളുടെ എല്ലാം നാഥനായ അങ്ങയെ ഞാൻ ഉറച്ച ഭക്തിയോടെ സദാ ഭജിക്കുകയും അങ്ങനെ പ്രാപഞ്ചിക ഭയത്തെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. ഐശ്വര്യ സമൃദ്ധിയുള്ളവരെ ആശ്രയിക്കുകയും അവരുമായി സംസർഗം ചെയ്യുകയും ചെയ്യുമ്പോൾ
മറ്റുള്ളവർക്കും ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകുന്നു. അതേ രൂപത്തിൽ അങ്ങയുടെ പാദദാസന്മാരുമായിട്ടുള്ള സംസർഗം കൊണ്ട് ഈ ലോകത്തിൽ സുകൃതികളായ ജനങ്ങൾ ഭക്തിയും സായുജ്യവും ഉള്ളവരായി തീരുന്നു. അല്ലയോ ദേവാ, അങ്ങനെ ഫലപ്രദമായ സുകൃതി സമാഗമം സാധ്യമാക്കുന്ന എനിക്ക് അവരുടെ മുഖത്ത് നിന്ന് പുറത്തു വരുന്നതും അങ്ങയുടെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കുന്നതുമായ സ്തോത്രങ്ങളാലും കാവ്യങ്ങളാലും അങ്ങയുടെ നേരെ സുദൃഢവും പാപവിമുക്തവുമായ ഭക്തി ഉണ്ടായിത്തീരട്ടെ. ഐശ്വര്യദായകങ്ങളായിട്ടുള്ള കർമ്മം, ജ്ഞാനം എന്നീ മോക്ഷമാർഗങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഭഗവത് ഭക്തിയെ ഞാൻ ആദരിക്കുന്നു. ക്ഷേമകരങ്ങളായ അങ്ങയുടെ പല അവതാരങ്ങളെയും ലീലാകർമ്മങ്ങളെയും നാമങ്ങളെയും കുറിച്ച് ഗാനങ്ങൾ ആലപിച്ചും നിരന്തരമായ ആ പ്രക്രിയ മൂലം ആർദ്രമായി തീർന്ന ആത്മാവോടുകൂടി ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചും മറ്റു ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞും ചില അവസരങ്ങളിൽ പരുഷമായി ഗർജിച്ചും അതിശയകരമായി പാടിയും ഉന്മാദിയെപ്പോലെ നൃത്തം ചെയ്തും ഞാൻ സാധാരണ ലോകത്തിൽ നിന്നും ഒറ്റതിരിഞ്ഞ് സഞ്ചരിക്കും. ഭഗവാനെ, അതിലേക്കായി അങ്ങ് എന്നിൽ കൃപ ചൊരിയണേ. പഞ്ചഭൂതങ്ങളെയും അവയുടെ അംശസ്വരൂപികളായ സർവ വസ്തുക്കളെയും, പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ, ശത്രുക്കൾ, മിത്രങ്ങൾ എന്നിവരെയും അങ്ങയുടെ തന്നെ ആത്മാംശങ്ങൾ എന്ന് കരുതി മനസ്സിനെ നിയന്ത്രിച്ച് ഞാൻ നമസ്കരിക്കുന്നു. അല്ലയോ ത്രിലോകനാഥ, അങ്ങയെ ഉപാസിക്കുന്നത് കൊണ്ട് കൃപാലുവായ അങ്ങയിൽ ദൃഢമായ ഭക്തിയും ഭൗതിക വസ്തുക്കളിൽ വിരക്തിയും അങ്ങയുടെ പരമാത്മ തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനവും എനിക്ക് അനായാസം കരഗതമാകുമല്ലോ. എല്ലാറ്റിനും നാഥനായ അങ്ങിൽ ഹൃദയ നിവേശനം ചെയ്യുന്ന എനിക്ക് പ്രാപഞ്ചിക പഥത്തിലുണ്ടാകുന്ന വിശപ്പ്, ദാഹം എന്നിവയിൽ മോഹമുണ്ടാകാതെയും അങ്ങയെക്കുറിച്ചുള്ള നിരന്തര ധ്യാനത്തോടെയും സ്ഥിതി ചെയ്യാൻ കരുത്തുണ്ടാക്കണേ. അങ്ങയുടെ പാദസ്മരണയിൽ നിന്ന് ഒരു നിമിഷം പോലും വ്യതിചലിക്കാതെയും അസ്തിത്വമില്ലാത്തതാണെന്ന് വിവേകജ്ഞാനം കൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ സന്തുഷ്ടിയോ വ്യസനമോ ഇല്ലാതെയും അങ്ങയുടെ നഖമാകുന്ന ചന്ദ്രബിംബത്തിൽ നിന്നും പ്രവഹിക്കുന്ന ചന്ദ്രികയേറ്റ് മനസ്സ് കുളിർത്തുകൊണ്ട് ഞാൻ സഞ്ചരിക്കുമാറാകണേ. ഈ പ്രപഞ്ചഭൂതങ്ങളെല്ലാം അങ്ങാകുന്ന ഏകമൂലകത്തിൽ നിന്ന് സംജാതമായതാണെന്ന് വിചാരമുണ്ടാക്കാൻ എനിക്കിപ്പോൾ അർഹതയില്ലെങ്കിൽ അങ്ങയിൽ പ്രേമവും മൈത്രിയും മൂഢന്മാരിൽ കരുണയും ശത്രുക്കളിൽ ഉപേക്ഷയും എനിക്കുണ്ടാകണേ. അതുമല്ലെങ്കിൽ ഉത്തമമായ ഭക്തിയോടുകൂടി അങ്ങയുടെ ബിംബം ആരാധിക്കാനുള്ള കൗതുകമെങ്കിലും എന്നിൽ വർദ്ധിച്ചു വരട്ടെ. ഈ വിധത്തിലായാലും അങ്ങയെ ഉപാസിക്കുന്ന മനുഷ്യന് വേഗത്തിൽ തന്നെ ഭക്തലോകത്തിൽ അഗ്രിമൻ എന്ന സ്ഥാനം കിട്ടുന്നതാണ്. സച്ചിദാനന്ദപരമായ അങ്ങയുടെ മൂർത്തിയെ ആവരണം ചെയ്യുന്ന ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ വിക്ഷേപശക്തിയാലും അസംഖ്യം പൂർവകർമ്മങ്ങളാലും പരവശങ്ങളായിരിക്കുന്ന ജീവാത്മാക്കളെ വീണ്ടും ദുഃഖസാഗരത്തിൽ തള്ളിയിടുന്ന അങ്ങയുടെ മായാശക്തി എന്നെ ബാധിക്കരുതേ. ത്രിലോകനാഥനായ ഭഗവാനെ, അല്ലയോ മഹാവിഷ്ണു, ആ മായാശക്തിയെ പ്രശാന്തമാക്കുന്നതിന് അങ്ങയുടെ പാദഭക്തിക്ക് മാത്രമേ കരുത്തുള്ളൂ. മഹാജ്ഞാനിയായ സിദ്ധയോഗി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ജീവജാലങ്ങളിൽ ദുഃഖം കണ്ട ഞാൻ തക്ക വിവേകമുള്ളവനായി തീർന്ന് ആചാര്യശ്രേഷ്ഠനിൽ നിന്ന് അങ്ങയുടെ പരമതത്വം മനസ്സിലാക്കുകയും അങ്ങയുടെ ഗുണങ്ങൾ, ചരിത്രങ്ങൾ, കഥകൾ എന്നിവ ആലാപനം ചെയ്യുക മൂലമുണ്ടായ ഭക്തി പ്രചുരിമയോട് കൂടിയവനാകുകയും ഈ മായാവലയത്തെ തരണം ചെയ്ത് പരമാനന്ദദായകമായ അങ്ങയുടെ ചരണാംബുജങ്ങളിൽ സന്തോഷമുള്ളവനാകുകയും ചെയ്യട്ടെ. ഇതിന്റെയൊക്കെ ഒന്നാം രംഗം മായയെ അതിജീവിക്കലാണ്.
അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കണേ. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.